ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്, അതായത് BSF, CRPF, CASF, ITBP, SSB, ആസാം റൈഫിൾസ് തുടങ്ങിയ ഫോഴ്സിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഫോഴ്സുകളിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളത് നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫർ അല്ലെങ്കിൽ കോമ്പാറ്റൻറ്റ് സ്റ്റെനോഗ്രാഫർ, ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ അല്ലെങ്കിൽ കോമ്പാറ്റൻറ്റ് മിനിസ്റ്റീരിയൽ ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ്. സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെ നോക്കുകയാണെങ്കിൽ BSF, CRPF, ITBP, CASF, SSB തുടങ്ങിയ ഫോഴ്സിലേക്കുള്ള അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. കൂടാതെ ആസാം റൈഫിൾസിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും വന്നിട്ടുണ്ട്. വാറണ്ട് ഓഫീസർ, ഹവിൽദാർ തുടങ്ങിയ 2 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും ഇതിൻ്റെ കൂടെ നടക്കുന്നതാണ്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 9/6/2024 മുതൽ 8/7/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടൺ അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ വാറണ്ട് ഓഫീസർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 29,200 രൂപ മുതൽ 92,300 രൂപ വരെ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. ഇനി അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ഓരോ ഫോഴ്സ് വൈസ് നോക്കാം. ആദ്യം അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ BSFിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ ടോട്ടൽ 17 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ കാറ്റഗറിക്കും ലഭിച്ച വേക്കൻസി പറ്റി അറിയാൻ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. ഇനി അടുത്ത CRPFിൻ്റെ വേക്കൻസി നോക്കുകയാണെങ്കിൽ ആകെ 21 വേക്കൻസിയാണ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ITBP നോക്കുകയാണെങ്കിൽ ആകെ 56 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CASF 146 വേക്കൻസിയാണ് ആകെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത SSB സശസ്ത്ര സീമ ബെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 3 വേക്കൻസിയാണ് ASI പോസ്റ്റ് അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റീരിയൽ അല്ലെങ്കിൽ ഹവിൽദാർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ BSFിലേക്ക് ആകെ 302 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CRPFിലേക്ക് 282 വേക്കൻസി, ITBP 163 വേക്കൻസി, CASFിലേക്ക് 496 വേക്കൻസി, SSB സശസ്ത്ര സീമ ബെല്ലിലേക്ക് 5 വേക്കൻസി, ആസാം റൈഫിൾസിലേക്ക് 35 വേക്കൻസി. ഇങ്ങനെയാണ് ഓരോ ഫോഴ്സ് വൈസ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 1/8/2024 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് 18 വയസ്സും അതുപോലെ തന്നെ 25 വയസ്സും കണക്കാക്കപ്പെടുക. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളൊന്നും നിർബന്ധമായിട്ട് പറയുന്നില്ല. +2 ഏതൊരു സബ്ജക്റ്റിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മിനിമം ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാതെ 77 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ST കാൻഡിഡേറ്റ്സ് ഷെഡ്യൂൾഡ് ട്രൈബൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റിലും അതുപോലെ തന്നെ ചെസ്റ്റിലും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ST കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് 162.5 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റ് നോർമൽ 76 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽസിന് മിനിമം ഹൈറ്റ് 155 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ഫീമെയിൽസിന് ചെസ്റ്റിൻ്റെ കാര്യം പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ ST കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഹൈറ്റിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ST കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഫീമെയിൽസിന് ഹൈറ്റ് മിനിമം 150 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. വെയ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വെയ്റ്റ് ഹൈറ്റിനും ഏജിനും അനുപാതത്തിലായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആകെ ഒരു ഐറ്റമാണ് വരുന്നത്. 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 6 മിനിറ്റിനും 30 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 800 മീറ്റർ റണ്ണിംഗ് ആണ്. 4 മിനിറ്റിനും 45 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ആകെ ഒരു കാര്യമാണ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം
ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. അത് പാസ്സാവുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അത് പാസ്സാവുന്നവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അതിനുശേഷം സ്കിൽ ടെസ്റ്റ്, അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന്, അതിനുശേഷം അവസാനം മെഡിക്കൽ എക്സാമിനേഷന് തുടങ്ങിയ പ്രൊസീജിയറിലൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കടന്നു പോകുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാം സെൻറ്റർ കേരളത്തിൽ എവിടെ കൊണ്ടുവന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. ട്രിവാൻഡ്രത്താണ് സെൻറ്റർ ഉണ്ടാവുക. ട്രിവാൻഡ്രത്ത് CRPFൻ്റെ പള്ളിപ്പുറത്തെ ക്യാമ്പിൽ വെച്ചിട്ടായിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കുക. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.ric.bsf.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതായത് BSFൻ്റെ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 8/7/2024 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പാർട്ടിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. വുമൺ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും 100 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.